കോട്ടയം മെഡിക്കൽ കോളേജിലെ അപകടത്തിന് പിന്നാലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ആശുപത്രി സന്ദർശിച്ചു. മന്ത്രിമാരുമായും ആശുപത്രി സൂപ്രണ്ടുമായും സംസാരിച്ചു. അതേസമയം അപകടത്തിൽ മരിച്ച ബിന്ദുവിന്റെ വീട് സങ്കടക്കാഴ്ചയായി. ബിന്ദുവിനെ കാണാനില്ലെന്ന് മകൾ പറഞ്ഞിട്ട് പോലും ആരും നോക്കിയില്ലെന്ന് ബിന്ദുവിനൊപ്പം ജോലി ചെയ്യുന്ന ജീവനക്കാരി പ്രതികരിച്ചു. കൊച്ചു പറഞ്ഞ് എൻ്റെ അമ്മേനെ കാണാനില്ലെന്ന് പറഞ്ഞിട്ട് അവർ നോക്കി പോലുമില്ല. ലാസ്റ്റ് വേറെ ആരാണ്ട് പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു പറഞ്ഞ് പോലീസുകാർ വന്നപ്പോഴാണ് നോക്കുന്നത്. പിന്നെ എന്തിനാ ഒരു മന്ത്രിയായിട്ട് ഇരിക്കണേ? ഇവരൊക്കെ ഒരു ജീവൻ എടുത്തേച്ചും പിന്നെ. വിവരങ്ങളുമായി കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്ന് ആൽവിൻ തോമസ്, ഗോകുൽ രമേശ്, ബിന്ദുവിന്റെ വീട്ടിൽ നിന്ന് സൈഫുനീസ അലിയാർ എന്നിവരാണ് നമുക്കൊപ്പം ചേരുന്നത്. ആദ്യം ഗോകുൽ രമേശിലേക്കാണ്. ഗോകുൽ, വലിയ കൊടിയ അനാസ്ഥയുടെ ഇരയായി ബിന്ദു മാറുകയാണ്. നമ്മുടെ സിസ്റ്റത്തിന്റെ ആകെയുള്ള ഒരു തകരാറായി തന്നെ കാണേണ്ടതാണ്. കാരണം അടച്ചിട്ട കെട്ടിടമാണ്, ഉപേക്ഷിച്ച കെട്ടിടമാണ് എന്ന് പറയുമ്പോൾ പോലും അത് ഇന്ന് രാവിലെയും ദിവസങ്ങളായി മനുഷ്യർ ഉപയോഗിച്ചിരുന്ന ശുചിമുറി അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളത് ആശുപത്രിയിലെ ആരും അറിഞ്ഞില്ല എന്നുള്ളതാണ് ഏറ്റവും അവിശ്വസനീയമായിട്ടുള്ള കാര്യങ്ങളിൽ ഒന്ന്. ആരോഗ്യ കേന്ദ്രത്തിൻ്റെ പരിമിതികൾ പലയിടത്ത് നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ ആ പരിമിതികൾ ഒരു ജീവൻ എടുക്കുന്നു എന്നുള്ളത് കേരളത്തിലാണ് എന്നുള്ളത് നമ്മുടെ എല്ലാ മനസാക്ഷിയെ ഞെട്ടിക്കുന്ന ഒരു കാര്യമാണ്. ഇന്ന് സംഭവിച്ച കാര്യങ്ങൾ നമ്മൾ ആ വിശദമായ റിപ്പോർട്ടിൽ കണ്ടു കഴിഞ്ഞിരിക്കുന്നു. വലിയ പ്രതിഷേധമാണ് സംസ്ഥാന വ്യാപകമായി നടക്കുന്നത്. മന്ത്രിമാർ ഇപ്പോൾ എവിടെയാണ്? മുഖ്യമന്ത്രി മടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ പ്രതിഷേധങ്ങൾ ഉണ്ടോ മെഡിക്കൽ കോളേജ് പരിസരത്ത്, കോട്ടയത്ത്? ബിന്നിലെ ഈ സംഭവം ഉണ്ടായതിന് പിന്നാലെ തുടർ പ്രതിഷേധങ്ങളായിരുന്നു കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് ഉണ്ടായിരുന്നത്. അതിനിടയിലാണ് മുഖ്യമന്ത്രിയുടെ സന്ദർശനം. മുഖ്യമന്ത്രി ഇന്ന് രാവിലെ മുതൽ തന്നെ കോട്ടയം ജില്ലയിൽ ഉണ്ടായിരുന്നു. പക്ഷേ ഈ സംഭവം നടന്ന മണിക്കൂറുകൾക്ക് ശേഷവും മുഖ്യമന്ത്രി ഇങ്ങോട്ടേക്ക് എത്താതിരുന്നത് പ്രതിപക്ഷ കക്ഷികൾ വലിയ വിമർശന വിധേയമാക്കിയിട്ടുണ്ടായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ എന്തായാലും ഉച്ചയ്ക്ക് ശേഷം അല്പസമയം മുമ്പ് മുഖ്യമന്ത്രി ഈ മെഡിക്കൽ കോളേജിൽ സന്ദർശനം നടത്തുകയുണ്ടായി. നേരെ പ്രിൻസിപ്പൽ ബ്ലോക്കിലേക്കാണ് പോയത്. അവിടെ എത്തി മന്ത്രിമാരുമായിട്ടും അതോടൊപ്പം തന്നെ ആശുപത്രി അധികൃതരുമായിട്ടും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി മടങ്ങുകയാണ് ഉണ്ടായത്. അദ്ദേഹം മടങ്ങുന്ന വേളയിൽ ഈ ആശുപത്രിയുടെ പുറം ഭാഗത്ത് അല്ലെങ്കിൽ ഈ ഗേറ്റ് പിന്നിട്ട സമയം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കരിങ്കൊടികളുമായിട്ട് മുഖ്യമന്ത്രിയുടെ വാഹന വ്യൂഹത്തിന് നേരെ ചാടി വീഴുന്നൊരു സാഹചര്യം ഉണ്ടായി. അതിനുശേഷം അല്പദൂരം ഇവിടുന്ന് പിന്നിട്ടിട്ട് ഗാന്ധിനഗർ റൗണ്ടാനയ്ക്ക് സമീപവും KSU യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ അവിടെ വെച്ചും മുഖ്യമന്ത്രിയുടെ വാഹന വ്യൂഹത്തിന് നേരെ കരിക്കൊടി പ്രതിഷേധം നടത്തുകയുണ്ടായിട്ടുണ്ട്. അതുകൂടാതെ തന്നെ മറ്റ് രാഷ്ട്രീയ പാർട്ടികളുടെയൊക്കെ നേതൃത്വത്തിൽ, പ്രത്യേകിച്ച് SDPI-യുടെയും ആം ആദ്മിയുടെയും അതോടൊപ്പം തന്നെ BJP അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ നേതൃത്വത്തിൽ ഇപ്പോഴും ഇവിടെ ഈ മെഡിക്കൽ കോളേജിന്റെ കവാടത്തിലൊക്കെ തന്നെ തുടർ പ്രതിഷേധങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ശക്തമായിട്ടുള്ള പ്രതിഷേധങ്ങൾ തന്നെയാണ് ഈ വിഷയത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് കോൺഗ്രസിന്റെ തിരുവഞ്ചൂർ രാധാകൃഷ്ണനും അതോടൊപ്പം തന്നെ ചാണ്ടി ഉമ്മൻ MLA ഒപ്പം ഫ്രാൻസിസ് ജോർജ് MP അടക്കമുള്ള നേതാക്കൾ ഉച്ചയ്ക്ക് ഇവിടെ എത്തി വളരെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളും വളരെ ഗുരുതരമായിട്ടുള്ള ചില പ്രശ്നങ്ങളും ഒക്കെ തന്നെ ചൂണ്ടിക്കാട്ടുകയും ഒക്കെ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ഏറ്റവും ശ്രദ്ധേയം മന്ത്രി വീണ ജോർജും അതോടൊപ്പം തന്നെ VN വാസവനും രാവിലെ നടത്തിയിട്ടുള്ള ചില പ്രതികരണങ്ങളാണ്. അതായത് ഇത് ഉപയോഗശൂന്യമായിട്ടുള്ള ഒരു കെട്ടിടമാണ് എന്നും അതല്ല കൂടുതൽ കാഷ്വാലിറ്റികളൊന്നും ഉണ്ടായിട്ടില്ല എന്ന് പരിശോധനകളൊന്നും കൂടാതെ പറഞ്ഞ ചില പ്രതികരണങ്ങളാണ് കൈവിട്ട് പോയതെന്നാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ആ പ്രതികരണങ്ങളെ തുടർന്നായിരുന്നു വലിയ പ്രതിഷേധങ്ങൾ കോൺഗ്രസിന്റെ നേതൃത്വത്തിലും BJP-യുടെ നേതൃത്വത്തിലും ഒക്കെ തന്നെ ആശുപത്രിക്കുള്ളിലും ആശുപത്രി കോമ്പൗണ്ടിന് പുറത്തുമൊക്കെ ആയിട്ട് ഇപ്പോഴും ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുന്നത്. പ്രത്യേകിച്ച് ലാഘവ ബുദ്ധിയോടുകൂടി നിസാരവത്കരിച്ചുകൊണ്ട് ഈ ഒരു അപകടത്തെ കണ്ട അല്ലെങ്കിൽ ആദ്യഘട്ടത്തിൽ കൈകാര്യം ചെയ്ത ആശുപത്രി അധികൃതരുടെയും മന്ത്രിമാരുടെയും നിലപാടിനെതിരെയാണ് പ്രധാനമായിട്ടും പ്രതിഷേധം ഉയർന്നിരിക്കുന്നത്. ഏറെ ശ്രദ്ധേയം അതിനടിയിൽ അല്ലെങ്കിൽ ആദ്യഘട്ടത്തിൽ രണ്ടുപേർക്ക് നിസാരമായിട്ടുള്ള പരിക്കുകൾ സംഭവിച്ചു എന്നോർത്തുകൊണ്ട് ഈ രക്ഷാപ്രവർത്തനം വൈകിയതാണ് ഒരാളുടെ ജീവൻ എടുക്കാനായിട്ട്, അല്ലെങ്കിൽ D ബിന്ദു എന്ന് പറയുന്ന തലയോലപ്പറമ്പ് സ്വദേശിനിയുടെ ജീവൻ നഷ്ടമാകാൻ കാരണമെന്നുള്ളതാണ് പ്രധാനമായിട്ടും ആരോപിക്കുന്നത്. ഏകദേശം 2 മണിക്കൂറോളം കഴിഞ്ഞതിന് ശേഷമാണ് ഈ രക്ഷാപ്രവർത്തനം ആരംഭിക്കാൻ തന്നെ സാധിച്ചത്. ഹിറ്റാച്ചുകളടക്കമുള്ള യന്ത്രസാമഗ്രികൾ ആ ഭാഗത്തേക്ക് എത്തിക്കുന്നതിന് വേണ്ടി തന്നെ കുറെ സമയതാമസം എടുത്തിട്ടുണ്ടായിരുന്നു. അതുതന്നെയാണ് ഈ രക്ഷാപ്രവർത്തനം വൈകാനായിട്ട് കാരണമായത്. അതിനുശേഷം രക്ഷാപ്രവർത്തനത്തിന് ഒരു റെസ്ക്യൂവിന് ഒരു ഗോൾഡൻ അവേഴ്സ് ഉണ്ട്. രക്ഷാപ്രവർത്തനത്തിൻ്റെ സുവർണ നിമിഷങ്ങൾ എന്ന് നമുക്ക് പറയാം. ആ രക്ഷാപ്രവർത്തനത്തിൻ്റെ സുവർണ നിമിഷങ്ങൾ അവിടെ നഷ്ടമായി അല്ലെങ്കിൽ നഷ്ടമാക്കപ്പെട്ടു എന്നുള്ളതാണ്. അതെങ്ങനെയെന്നുള്ളത് വിശദമായി പരിശോധിക്കേണ്ടതാണ്. പക്ഷേ ആ നഷ്ടമാക്കപ്പെട്ടതിൻ്റെ ഒരു ഇരയാണ്, ഒരു രക്തസാക്ഷിയാണ്, സിസ്റ്റം ഉണ്ടാക്കിയ രക്തസാക്ഷിയാണ് ബിന്ദു എന്ന കാര്യത്തിൽ സംശയമില്ല എന്നുള്ളതാണ്. ആ വെരി ഫസ്റ്റ് മൊമെൻറ്റിൽ ബിന്ദുവിനെ കണ്ടെത്താനായെങ്കിൽ ഒരുപക്ഷെ ജീവൻ രക്ഷിക്കാമായിരുന്നു എന്നുള്ളത് ഒരു പ്രതീക്ഷയാണ്. പക്ഷേ ആ പ്രതീക്ഷ പോലും അവസാനിപ്പിക്കേണ്ടി വന്നു എന്നുള്ളതാണ് ഗൂഗിൾ ചൂണ്ടിക്കാട്ടുന്ന കാര്യം. ആൽവിൻ തോമസ് നമുക്കൊപ്പം ചേരുകയാണ്.
ആൽവിൻ, മുഖ്യമന്ത്രി അവിടേക്ക് എത്തുകയാണ്. ഇന്നിപ്പോൾ മേഖലാതല അവലോകന യോഗത്തിന് വേണ്ടി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇപ്പോൾ മന്ത്രി വി എൻ വാസവനും വീണ ജോർജും എല്ലാം തന്നെ കോട്ടയത്തുണ്ടായിരുന്നു, കിലോമീറ്ററുകൾക്ക് അടുത്തുണ്ടായിരുന്നു. അങ്ങനെയാണ് ഈ 10:30 അപകടം ഉണ്ടാവുകയും അതറിഞ്ഞ് വളരെ വേഗത്തിൽ തന്നെ മന്ത്രി വി എൻ വാസവൻ ആദ്യവും പിന്നെ 10 മിനിറ്റിന് പിന്നാലെ വീണ ജോർജും എത്തുകയും ചെയ്തത്. വൈകിട്ടോടെ മുഖ്യമന്ത്രി എത്തുകയും ഈ അവലോകനം നടത്തുകയും ചെയ്തു. എന്താണ് മന്ത്രി തല സംഘത്തിൻ്റെ ഒരു വിലയിരുത്തൽ? വലിയൊരു അപകടമുണ്ടായി, ഒരു ജീവൻ നഷ്ടമായി. ഇനിയിപ്പോൾ വിലയിരുത്തലുകൾക്കപ്പുറത്തേക്ക് ആരാണ് ഇതിനൊരു കാരണക്കാരൻ ഉണ്ടാകണമല്ലോ, ആർക്കാണ് വീഴ്ച ഉണ്ടായത് എന്ന പ്രധാനപ്പെട്ട ചോദ്യം സർക്കാർ അതിന് ഉത്തരം പറയാൻ ബാധ്യസ്ഥമാണല്ലോ. ആൽവിൻ, തീർച്ചയായും പിന്നിൽ അത്തരമൊരു വീഴ്ച ഉണ്ടായിട്ടുണ്ട് എങ്കിൽ അത് ആ വീഴ്ച എങ്ങനെ ഉണ്ടായി, ആർക്കെതിരെ നടപടി ഉണ്ടാകണം, ഇത് രണ്ടുമാണ് ഇനി അറിയേണ്ടത് എന്നുള്ളതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയുക. ഇത് സംബന്ധിച്ചുള്ള അന്വേഷണമാകും വരുന്ന മണിക്കൂറുകളിലും നടക്കുക എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. മന്ത്രി വീണ ജോർജ് ജില്ലാ കളക്ടറോട് അത്തരത്തിലൊരു റിപ്പോർട്ട് സമർപ്പിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഒരു ആഴ്ചയ്ക്കുള്ളിൽ അത്തരമൊരു റിപ്പോർട്ട് വിശദമായി തന്നെ സമർപ്പിക്കുമെന്നുള്ളതാണ് അല്പം മുമ്പ് ജില്ലാ കളക്ടറുടെ പ്രതികരണവും നമുക്ക് ലഭിച്ചിരുന്നു. ഏതായാലും മന്ത്രി വാസവനും മന്ത്രി വീണ ജോർജും ഈ സംഭവം നടക്കുന്ന സമയത്ത് തന്നെ അവിടെ എത്തിച്ചേർന്നിരുന്നു. പക്ഷേ അവർക്ക് ആദ്യഘട്ടത്തിൽ അവർക്ക് ലഭിച്ച വിവരമനുസരിച്ചാണ് അവർ പറഞ്ഞത് എന്നുള്ളതാണ് അവർ പിന്നീട് നമ്മളോട് വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കിയത്. പക്ഷേ അത്തരമൊരു രക്ഷാപ്രവർത്തനം അവിടെ ഊർജിതമായി നടന്നിരുന്നുവെങ്കിൽ ഒരു ജീവൻ രക്ഷിക്കാമായിരുന്നു, ഒരു മരണമുണ്ടാകില്ല എന്നുള്ളത് വ്യക്തമാണ് എന്നുള്ളത് അവർക്കും അത് ബോധ്യപ്പെട്ടിട്ടുണ്ട്. കാര്യം അവർ അതിൽ വ്യക്തമായ ഒരു ഉത്തരം അതിൽ നൽകുന്നില്ല. ആദ്യം ഞങ്ങൾ എത്തിയപ്പോൾ ലഭിച്ച മറുപടിയുടെ പശ്ചാത്തലത്തിലാണ് അത്തരമൊരു പ്രതികരണം നടത്തിയത് എന്നുള്ളതാണ് മന്ത്രിമാർ പറയുന്നത്. പിന്നീട് മന്ത്രിമാർ പറയുന്നത് 2012 മുതൽ ഈ കെട്ടിടം വലിയ തോതിൽ ബലക്ഷയമുണ്ട് എന്നുള്ളത് രേഖാമൂലം ഉണ്ട് എന്നുള്ളതാണ് മന്ത്രി പറയുന്നത്. ഇതൊക്കെയും ഇപ്പോൾ മാത്രമാണ് ഈ ഘട്ടത്തിൽ ഇത് തകർന്നു വീഴുമ്പോഴാണ് ഇത്തരം വാദഗതികളൊക്കെയും പുറത്തേക്ക് വരുന്നത് എന്നുള്ളത് ഏറ്റവും ശ്രദ്ധേയമാണ്. പക്ഷേ 2012 അത്തരമൊരു രേഖയുണ്ടെങ്കിൽ തുടർന്നുള്ള സർക്കാരുകൾ എന്ത് നടപടികൾ സ്വീകരിച്ചു എന്നുള്ളത് നമുക്കിനി കണ്ടറിയേണ്ടതുണ്ട്. അതൊക്കെയും വരുന്ന മണിക്കൂറുകളിൽ പുറത്തുവരും. പ്രതിപക്ഷം ഇത് വലിയ ആയുധമായി എടുത്തിട്ടുണ്ട്. പ്രത്യേകിച്ച് കോൺഗ്രസിൻ്റെ നേതാക്കളൊക്കെയും ഈ വിഷയത്തിൽ പ്രതികരണം നടത്തിയിട്ടുണ്ട്. വലിയ സമരങ്ങൾ നടക്കുന്നു, പ്രതിഷേധങ്ങൾ നടക്കുന്നു. സ്വാഭാവികമായും ഇതിൽ ഒരു മറുപടി ഉണ്ടാകേണ്ടത് രണ്ട് കാര്യങ്ങളിലാണ്. ഒന്ന്, ഈ ബലക്ഷയമുണ്ടായിരുന്ന കെട്ടിടത്തിലേക്ക് എങ്ങനെ രോഗി അല്ലെങ്കിൽ രോഗിയുടെ കൂട്ടിരിപ്പുകാരി അവിടേക്ക് പോയി, അല്ലെ അവർ എങ്ങനെ ഇത്തരം ആളുകൾ അവിടെ പ്രവേശിപ്പിച്ചു, ആ പ്രവേശനം എന്തുകൊണ്ട് തടയാൻ വേണ്ട മാർഗ്ഗങ്ങൾ ചെയ്തില്ല, അത് ആരുടെ ഭാഗത്തു നിന്നുണ്ടായ തെറ്റാണ്. സ്വാഭാവികമായും അത് മെഡിക്കൽ കോളേജിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ വീഴ്ച എന്ന് തന്നെ വേണം നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ. നമ്മൾ ചോദിച്ചപ്പോൾ അതിന് വ്യക്തമായ ഒരു മറുപടി ഉണ്ടായില്ല. അത് പരിശോധിച്ച ശേഷം തുടർ നടപടി ഉണ്ടാകുമെന്നുള്ളതാണ് മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് ഡോക്ടർ ജയകുമാർ അടക്കം പറയുന്നത്. രണ്ടാമത്തെ വിഷയം, ഈ അപകടമുണ്ടായ സമയത്ത് എത്രയും പെട്ടെന്നൊരു രക്ഷാപ്രവർത്തനം നടന്നിരുന്നുവെങ്കിൽ, എത്രയും പെട്ടെന്ന് ഊർജിതമായ ഒരു രക്ഷാപ്രവർത്തനം നടന്നിരുന്നുവെങ്കിൽ ആ ജീവൻ അവിടെ പൊലിയില്ലായിരുന്നു എന്നുള്ളതാണ് വ്യക്തമായിരുന്നത്. ആ ദൃശ്യങ്ങളിൽ നിന്നെല്ലാം നമ്മൾ കണ്ടതാണ്. പക്ഷേ അവർ അതിന് പറയുന്ന മറുപടി പഴയ കെട്ടിടമാണ്, അങ്ങോട്ടേക്ക് ഈ JCB അടക്കമുള്ള യന്ത്രസാമഗ്രികൾ എത്തണമെങ്കിൽ കാരണം അതിനുള്ള താമസമുണ്ടായി എന്നുള്ളതാണ് പറയുന്നത്. പക്ഷേ 2 മണിക്കൂറോളം താമസിച്ചാണ് ഈ കെട്ടിടത്തിലേക്ക് JCB വരികയും പിന്നീട് തെരച്ചിൽ നടത്തുകയും ചെയ്തത്. അവിടെ എത്രയും വേഗം ഫയർഫോഴ്സിൻ്റെ സംഘം എത്തിയ ശേഷം അതിന് വേണ്ട രക്ഷാപ്രവർത്തനത്തിന് വേണ്ട തുടർ നടപടികൾ സ്വീകരിച്ചിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ബിന്ദുവിനെ നേരത്തെ തന്നെ രക്ഷിച്ചെടുക്കാമായിരുന്നു എന്ന് വേണം നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ. അവിടെയും ആർക്ക് വീഴ്ച സംഭവിച്ചു എന്നുള്ളതാണ് വളരെ കൃത്യമായി സർക്കാർ വ്യക്തമാക്കേണ്ടത്. ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിലാണ് മന്ത്രി വി എൻ വാസവനും മന്ത്രി വീണ ജോർജും ഒരുമിച്ചൊരു യോഗം ചേരുകയുണ്ടായി. ഉച്ചയ്ക്ക് ശേഷമാണ് ആ യോഗം ഉണ്ടായത്. അതിനുശേഷം വൈകുന്നേരത്തോടു കൂടി മുഖ്യമന്ത്രി ഈ യോഗത്തിലേക്ക് വരികയായിരുന്നു. മുഖ്യമന്ത്രി അപകട സ്ഥലത്തേക്ക് പോയില്ല. പക്ഷേ ഈ യോഗത്തിൽ വന്ന് കാര്യങ്ങൾ അന്വേഷിച്ച് ആശുപത്രി അധികൃതരുമായി സംസാരിച്ച ശേഷമാണ് അദ്ദേഹം മടങ്ങിയത്. അദ്ദേഹത്തിന് മടങ്ങുമ്പോഴാണ് നമ്മൾ മുമ്പ് കണ്ടതുപോലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടാകുന്നത്. ഏതായാലും ഈ വിഷയം വളരെ ഗൗരവപൂർണ്ണമായൊരു വിഷയമാണെന്ന് സർക്കാർ കണക്കാക്കുന്നു. വലിയ പ്രതിഷേധം ഇതിന് പിന്നിൽ ഉണ്ടായിട്ടുണ്ട്. പ്രതിപക്ഷ പാർട്ടികൾ അത് വലിയ ആയുധമാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിലൊരു കൃത്യമായ മറുപടി നിശ്ചയമായും ആരോഗ്യ കേരളം വെന്റിലേറ്ററിലാണ് എന്നുള്ളത് പ്രതിപക്ഷ നേതാവ് നിരന്തരമായി ഉന്നയിക്കുന്ന ഒരു കാര്യമാണ്. പ്രതിപക്ഷം, കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷം നിരന്തരമായി ഇപ്പോൾ ഈ തിരുവനന്തപുരത്തെ ഡോക്ടർ ഉന്നയിച്ചിട്ടുള്ള ശസ്ത്രക്രിയാ ഉപകരണ ക്ഷാമവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഉന്നയിച്ചിരുന്ന ഒരു കാര്യമാണ്. അതിനിടയിലാണ് കോട്ടയത്ത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായത്. അപ്പോൾ തീർച്ചയായും രാഷ്ട്രീയ വിവാദമാകും. രാഷ്ട്രീയ വിവാദത്തിന് അപ്പുറത്തേക്ക് ഒരു മനുഷ്യൻ്റെ ജീവിതം അവിടെ നഷ്ടമായി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. സൈഫുന്നീസ അലിയാർ കൂടി നമുക്കൊപ്പം ചേരുകയാണ്. സൈഫുന്നീസ ആ വീട്ടിൽ പോയതാണ്, ബിന്ദുവിൻ്റെ വീട്ടിൽ കണ്ടതാണ്. ആ മകൾ ഇപ്പോഴും കോട്ടയം മെഡിക്കൽ കോളേജിലാണ്. മകൾ അന്വേഷിക്കുമ്പോഴാണ് അമ്മയെ കാണാനില്ല എന്നും ആ കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ ആ സാധാരണക്കാരായ സ്ത്രീ കുളിക്കാൻ പോയതാണ്, ആ പാവപ്പെട്ട സ്ത്രീ, അവർ കുടുങ്ങിക്കിടക്കുന്നു എന്ന വിവരം പോലും പുറത്തറിയുന്നത് അതിനുശേഷം മാത്രമാണ്. അങ്ങനെയാണ് അവരുടെ മൃതദേഹം കണ്ടെത്തുന്നത്. സൈഫു, അവിടെ കണ്ട വീടിലെ കാഴ്ചകൾ ഒരു വല്ലാത്ത ദുരന്തമാണ്, വല്ലാത്ത ആഘാതമാണ് ഉണ്ടാക്കിയത് എന്ന കാര്യത്തിൽ സംശയമില്ലല്ലോ.
തീർച്ചയായും ബിനിൽ പോത്തൻ, എൻ്റെ കാതുകളിൽ ഇപ്പോഴും മുഴങ്ങി കേൾക്കുന്നത് മകൾ ബിന്ദുവിനെ കുറിച്ചുള്ള വിലാപങ്ങൾ പറഞ്ഞുകൊണ്ടുള്ള ബിന്ദുവിൻ്റെ അമ്മ സീതാലക്ഷ്മിയുടെ കരച്ചിലും ഒപ്പം തന്നെ മകൻ നവനീതിൻ്റെ അമ്മ എന്ന് വിളിച്ചുള്ള നിലവിളിയുമാണ് ഇപ്പോഴും ഈ വീട്ടിൽ മുഴങ്ങിക്കൊണ്ടിരിക്കുന്നത്. മകൾക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ അയൽപ്പക്കത്തുള്ളൊരു വീട്ടിലേക്കാണ് മകളെ ആക്കിയിരിക്കുന്നത്. ഭർത്താവ് വിശ്രുതനും ഇവിടെ തന്നെ ഉണ്ട്. എല്ലാവരും പ്രതീക്ഷ അറ്റുപോയ ഒരവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്. കാരണം ഈ വീട്ടിലെ 5 അംഗ കുടുംബത്തിൻ്റെ ഏക വരുമാനവും ഏക ആശ്രയവുമായിരുന്നു ബിന്ദുവിൻ്റെ ടെക്സ്റ്റൈൽ ഷോപ്പിലെ ജോലിയിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ടാണ് ഈ കുടുംബം ഒപ്പാടെ കഴിഞ്ഞിരുന്നത്. മക്കളുടെ വിദ്യാഭ്യാസത്തിനായി ഈ വീടിൻ്റെ ഒരു അവസ്ഥ നേരത്തെ തന്നെ നമ്മൾ വിശദീകരിച്ചതാണ്, ദൃശ്യങ്ങളെല്ലാം കണ്ടതാണ്. ഒരു കുഞ്ഞു 2 മുറികളുള്ള ഒരു വീട്, ആ വീട് തേച്ചിട്ട് പോലുമില്ല. അതിനുള്ള സാമ്പത്തിക സ്ഥിതി പോലും ഇല്ലാത്ത ബിന്ദു മക്കളെ പഠിപ്പിക്കുവാനായി, മകനെ എഞ്ചിനീയറിംഗ് ബിരുദധാരിയാക്കി, മകളെ BSc നഴ്സിംഗ് പഠിപ്പിക്കുന്നു. വലിയ ലക്ഷങ്ങളുടെ സാമ്പത്തിക ബാധ്യതയിൽ നിൽക്കുന്നു. അപ്പോഴും മക്കൾ വലിയ നിലയിൽ എത്തണമെന്ന ആഗ്രഹം കൊണ്ട് അതിനുവേണ്ടി അക്ഷീണം പ്രയത്നിച്ച ഒരു അമ്മയാണ് ബിന്ദു. മകളുടെ ചികിത്സയ്ക്ക് വേണ്ടിയാണ് സ്വന്തം ജോലി തൽക്കാലത്തേക്ക് ലീവ് പറഞ്ഞ് ജോലിയിൽ നിന്ന് തൽക്കാലത്തേക്ക് അവധിയെടുത്ത് കോട്ടയത്തേക്ക് ബിന്ദു പോയത്. മകൾ നവമിയുടെ ചികിത്സയ്ക്കായാണ്. നടുവേദനയെ കൊണ്ട് കോട്ടയം മെഡിക്കൽ കോളേജിൽ ചികിത്സ എടുക്കുകയും പിന്നീട് അത് ഇൻഫെക്ഷൻ ബാധിച്ചിട്ടുണ്ടെന്ന് പറയുകയും അതേ തുടർന്ന് ശസ്ത്രക്രിയ വേണ്ടതുകൊണ്ട് നിരീക്ഷണത്തിൽ 3 ആഴ്ച കിടക്കണമെന്ന് നിർദ്ദേശിച്ചത് കൊണ്ടുമാണ് മകളോടൊപ്പം കഴിഞ്ഞ ദിവസം ബിന്ദു തിങ്കളാഴ്ച വീട്ടിൽ നിന്ന് പോയത്. അപ്പോൾ 80 വയസ്സുള്ള അമ്മ മാത്രമാണ്, സീതാലക്ഷ്മി എന്ന അമ്മ മാത്രമാണ് ഇവിടെ ഉണ്ടായിരുന്നത്. മകൻ ഇന്നലെ വന്ന് വീണ്ടും തിരിച്ച് ജോലിസ്ഥലത്തേക്ക് പോവുകയും ചെയ്തിരുന്നു. 3 ദിവസമായി ഈ മകൾ ഉടനെ വരും എന്നൊരു പ്രതീക്ഷയിലായിരുന്നു ഇരുന്നത്. പക്ഷേ പിന്നീട് ഉച്ചയോടെ ഈ അമ്മ കേൾക്കുന്നത് മകളുടെ വിയോഗ വാർത്തയാണ്. ഈ സാഹചര്യത്തെ എങ്ങനെ അതിജീവിക്കുമെന്ന് പോലും അറിയാതെ ആർത്തലച്ചു കരയുന്ന മക്കളും ഭർത്താവും അമ്മയും ഒക്കെയാണ് ഈ വീട്ടിൽ ഉള്ളത്. ഇവരുടെ ഏക പ്രതീക്ഷയായിരുന്നു, ഏക ആശ്രയമായിരുന്നു. എല്ലാം കൊണ്ടും സാമ്പത്തികമായും ഒപ്പം തന്നെ വൈകാരികമായും എല്ലാം തന്നെ ഇവരെ സംബന്ധിച്ചോളം ബിന്ദു എന്ന് പറയുന്നത് അത്ര വലിയ ഒരു സ്ത്രീയായിരുന്നു. കാരണം ഈ കുടുംബത്തിന്റെ മുഴുവൻ നിശ്ചയമായും സൈഫുനിസ ചൂണ്ടിക്കാട്ടുന്നത് പോലെ തന്നെ മകളെ നഷ്ടപ്പെട്ട 80-കാരിയായ അമ്മയെ നഷ്ടപ്പെട്ട 2 മക്കൾ, അതിലൊരു മകൾ ഇപ്പോഴും അവിടെ ഇല്ല. വീട്ടിലേക്ക് ആ കുട്ടിയെ കൊണ്ടുവരാൻ പോലും സാധിച്ചിട്ടില്ല. ഒരു മകൻ, ഭാര്യയെ നഷ്ടപ്പെട്ട ഭർത്താവ്, അങ്ങനെ ഒരു കുടുംബത്തിൻ്റെ ആശ്രയം, ഒരു കുടുംബത്തിൻ്റെ നിലവിളക്കാണ് കെട്ടുപോയിരിക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. സൈഫുനിസയാണ് ആ വീട്ടിൽ അവിടെ എത്തി ആ നടുക്കുന്ന കാഴ്ചകൾ ന്യൂസ് മലയാളത്തിലൂടെ പ്രേക്ഷകർക്ക് കാണിച്ചു തന്നത്. കേരളത്തിൻ്റെ ആകെ ദുഃഖമായി മാറുകയാണ്. വളരെ വിശ്വാസത്തോടെ ഒരു ആശുപത്രിയിൽ ചികിത്സയ്ക്കെത്തി ആരുടെയൊക്കെയോ അനാസ്ഥ കൊണ്ട് ജീവൻ നഷ്ടമായ ബിന്ദു എന്ന സ്ത്രീ.